നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് എപ്പോഴും സംശയമുള്ളൊരു കാര്യമാണ് അതിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും. അപ്പോൾ ഇന്ന് നമ്മൾ ആ അക്കാഡമിക് നിയമങ്ങളെപ്പറ്റി വളരെ ലളിതമായി സംസാരിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഒരു പുതിയ സ്റ്റുഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ഈ വിവരങ്ങൾ ഉറപ്പായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത് കോഴിക്കോട് സർവകലാശാലയുടെ CBCS, അതായത് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സെമസ്റ്റർ സിസ്റ്റം ചട്ടങ്ങളെക്കുറിച്ചാണ്. ആ ഒഫീഷ്യൽ റെഗുലേഷൻ ബുക്കിലെക്കുറിച്ച് കട്ടിയായ ഭാഷയൊക്കെ മാറ്റി എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാനാണ് എൻ്റെ ശ്രമം. സത്യം പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ റൂൾ ബുക്കുകളൊക്കെ കാണുമ്പോൾ ആർക്കായാലും ഒരു കൺഫ്യൂഷൻ വരും, അല്ലേ? പക്ഷെ പേടിക്കേണ്ട, ഈ നിയമങ്ങളുടെ ഓരോ ഭാഗവും നമുക്ക് വളരെ വ്യക്തമായി സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ആദ്യത്തെ ചോദ്യം, എന്താണ് ഈ CBCS? ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മുടെ പഠനത്തിൽ നമുക്ക് കൂടുതൽ കൺട്രോൾ തരുന്ന ഒരു പുതിയ സിസ്റ്റമാണ്. അതായത് നമ്മുടെ ഡിഗ്രി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ഇത് നമ്മളെ സഹായിക്കും. 2019 റെഗുലേഷൻസ് പറയുന്നത് CBCS എന്നത് പഴയ പോലെയെല്ലാം യൂണിവേഴ്സിറ്റി തീരുമാനിക്കുന്ന രീതിയിൽ നിന്ന് മാറി നമുക്കിഷ്ടമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം തരുന്നുണ്ട് എന്നാണ്. ഇത് നമ്മുടെ രാജ്യത്തെ പുതിയ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ ഭാഗം കൂടിയാണ്. സിമ്പിളായി പറഞ്ഞാൽ എന്ത് പഠിക്കണമെന്ന കാര്യത്തിൽ നിങ്ങൾക്കും ഒരു അഭിപ്രായം പറയാം. ഇനി അടുത്തത്, നിങ്ങളുടെ ഡിഗ്രി പ്രോഗ്രാം എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇഷ്ടികകൾ വെച്ചൊരു വീട് പണിയൊന്നില്ലേ? ഏകദേശം അതുപോലെ 5 തരം കോഴ്സുകൾ ചേർന്നാണ് നിങ്ങളുടെ ഡിഗ്രി പൂർത്തിയാവുന്നത്. അപ്പോൾ ഇതാണ് ആ 5 തരം കോഴ്സുകൾ: കോർ, കോമൺ, കോംപ്ലിമെൻ്ററി, ഓപ്പൺ, പിന്നെ ഓഡിറ്റ് കോഴ്സുകൾ. ഓരോ ബിരുദ വിദ്യാർത്ഥിയും ഈ 5 ടൈപ്പ് കോഴ്സുകളിലൂടെയും എന്തായാലും കടന്നുപോകും. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. കോർ കോഴ്സ്. പേരുപോലെ തന്നെ ഇതാണ് നിങ്ങളുടെ പഠനത്തിൻ്റെ കോർ അഥവാ കാതൽ. നിങ്ങൾ BA എക്കണോമിക്സ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രധാന ഇക്കണോമിക്സ് പേപ്പറുകളാണ് കോർ കോഴ്സ്. ഇത് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് തന്നെയായിരിക്കും. കോമൺ കോഴ്സ്. ഇതും പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവായുള്ള കോഴ്സുകളാണ്. നിങ്ങളുടെ ഡിഗ്രി ഏതുമായിക്കോട്ടെ, നിങ്ങൾ എന്തായാലും ഇംഗ്ലീഷും ഒരു അഡീഷണൽ ലാംഗ്വേജും പഠിച്ചിരിക്കണം. എല്ലാവർക്കും ഒരു പൊതുവായ അടിസ്ഥാനം നൽകാൻ വേണ്ടിയാണിത്. കോംപ്ലിമെൻ്ററി കോഴ്സുകൾ നിങ്ങളുടെ പ്രധാന വിഷയത്തെ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യുന്ന വിഷയങ്ങളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഫിസിക്സ് മെയിനായി പഠിക്കുന്നൊരു കുട്ടിക്ക് മാത്സ് ഒരു കോംപ്ലിമെൻ്ററി കോഴ്സായി വരാം. ഇത് നിങ്ങളുടെ പ്രധാന വിഷയത്തെക്കുറിച്ചുള്ള അറിവ് കൂട്ടാൻ ഒരുപാട് സഹായിക്കും. ഈ ഓപ്പൺ കോഴ്സ് വളരെ രസകരമായ ഒരു സംഭവമാണ്. 5ാം സെമസ്റ്ററിൽ നിങ്ങളുടെ ഡിഗ്രിയുമായി ഒരു ബന്ധവുമില്ലാത്തൊരു വിഷയം വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോയി പഠിക്കാനൊരു അവസരം കിട്ടും. അതായത് ഫിസിക്സ് പഠിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ജേർണലിസം പഠിക്കാം, അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കുന്ന ആൾക്ക് സൈക്കോളജി എടുക്കാം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കിട്ടുന്ന ഒരു കിടിലൻ ചാൻസാണിത്. ഓഡിറ്റ് കോഴ്സുകൾ നിങ്ങൾ എന്തായാലും പഠിച്ച് പാസ്സാവണം, എന്നാലേ ഡിഗ്രി കിട്ടൂ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിലെ മാർക്ക് നിങ്ങളുടെ ഫൈനൽ ഗ്രേഡ് പോയിന്റിനെ ഒരു തരത്തിലും ബാധിക്കില്ല. ജയിച്ചോ തോറ്റോ എന്ന് മാത്രമേ നോക്കൂ, അത്രയേ ഉള്ളൂ. ഇനി എല്ലാവർക്കും എപ്പോഴും സംശയമുള്ളൊരു കാര്യത്തിലേക്ക് വരാം. നമ്മൾ നേടുന്ന മാർക്കുകൾ എങ്ങനെയാണ് അവസാനം SGPA, CGPA പോലുള്ള ഗ്രേഡുകളായി മാറുന്നത്? ആ ഒരു പ്രോസസ്സാണ് നമ്മൾ അടുത്തതായി മനസ്സിലാക്കാൻ പോകുന്നത്. ഇതൊരു 5 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഒന്നാമതായി, നിങ്ങളുടെ 20% ഇന്റേണൽ മാർക്കും 80% എക്സ്റ്റേണൽ മാർക്കും തമ്മിൽ കൂട്ടും. രണ്ടാമതായി, ഈ കിട്ടുന്ന ടോട്ടൽ മാർക്കിന് ഒരു ലെറ്റർ ഗ്രേഡ് കിട്ടും, A+A എന്നൊക്കെ പറയുന്ന പോലെ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഓരോ ലെറ്റർ ഗ്രേഡിനും ഒരു ഗ്രേഡ് പോയിന്റ് ഉണ്ടാകും. ഇതെല്ലാം ചേർത്താണ് 4ാമത്തെ സ്റ്റെപ്പിൽ ഒരു സെമസ്റ്ററിലെ നിങ്ങളുടെ SGPA കണക്കാക്കുന്നത്. അവസാനം എല്ലാ സെമസ്റ്ററുകളിലെയും പ്രകടനം ഒരുമിച്ച് ചേർത്താണ് നിങ്ങളുടെ ഫൈനൽ CGPA തീരുമാനിക്കുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, SGPA എന്ന് പറയുന്നത് ഒരു സെമസ്റ്ററിലെ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടാണ്. ആ 6 മാസം നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരളവുകോലും, അത്രയുള്ളൂ. CGPA ആണ് നിങ്ങളുടെ ഡിഗ്രിയിലെ മൊത്തത്തിലുള്ള പ്രകടനം കാണിക്കുന്നത്. നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ വരുന്നതും റാങ്കിങ്ങിനും മറ്റ് ഉയർന്ന പഠനങ്ങൾക്കും ഉപയോഗിക്കുന്നതും ഈ ഫൈനൽ സ്കോറാണ്. അതുകൊണ്ട് ഇതാണ് ഏറ്റവും നിർണായകം. ഈ നമ്പർ ഒന്ന് ഓർത്ത് വെച്ചോളൂ, 120. നിങ്ങളുടെ ഡിഗ്രി പൂർത്തിയാക്കാനും CGPA കണക്കാക്കാനും ക്ലാസ് റൂം പഠനത്തിൽ നിന്ന് കുറഞ്ഞത് 120 ക്രെഡിറ്റുകളെങ്കിലും നിങ്ങൾ നേടിയിരിക്കണം. ഇതിൽ ഓഡിറ്റ് കോഴ്സുകളോ എക്സ്ട്രാ ക്രെഡിറ്റുകളോ ഒന്നും ഉൾപ്പെടില്ല. ഇനി അവസാനമായി, പരീക്ഷാ മാർക്കിനു പുറമെ നമുക്ക് കിട്ടുന്ന മാർക്കുകളെക്കുറിച്ച് സംസാരിക്കാം. ഗ്രേസ് മാർക്ക്, മോഡറേഷൻ, റീവാലുവേഷൻ, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. നമുക്കതൊന്ന് ക്ലിയർ ചെയ്യാം. ഈ ഗ്രേസ് മാർക്കും മോഡറേഷനും 2ആണ് കേട്ടോ. ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് NCC, NSS, സ്പോർട്സ്, ആർട്സ് പോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ നേടുന്ന നേട്ടങ്ങൾക്ക് യൂണിവേഴ്സിറ്റി തരുന്ന ഒരു അംഗീകാരമാണ്.
എന്നാൽ മോഡറേഷൻ അങ്ങനെയല്ല. ഒരു പരീക്ഷയുടെ മൊത്തത്തിലുള്ള റിസൾട്ട് നോക്കി ഒരുപാട് പേർ തോൽക്കുകയാണെങ്കിൽ അവരെ ജയിക്കാൻ സഹായിക്കാനായി യൂണിവേഴ്സിറ്റി പാസ് ബോർഡ് അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ച് നൽകുന്ന മാർക്കാണ് മോഡറേഷൻ. പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ കിട്ടിയ മാർക്കിൽ തൃപ്തിയില്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരക്കടലാസ് വീണ്ടും നോക്കാനായി റീവാല്യുവേഷന് കൊടുക്കാം. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഈയടുത്ത് വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കാം. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം യൂണിവേഴ്സിറ്റി ഇതിലെ ഔദ്യോഗികമായി ഒരു തിരുത്തൽ വരുത്തിയിട്ടുണ്ട്. പഴയ നിയമം അനുസരിച്ച് റീവാല്യുവേഷനിലെ മാർക്കിന്റെ കൂടെ നിങ്ങളുടെ പഴയ എക്സ്റ്റേണൽ മാർക്കാണ് പരിഗണിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമം പറയുന്നത് റീവാല്യുവേഷനിൽ കിട്ടുന്ന പുതിയ മാർക്കിന്റെ കൂടെ നിങ്ങളുടെ ഇന്റേണൽ മാർക്കാണ് ചേർക്കുക എന്നാണ്. ഇതൊരു വലിയ മാറ്റമാണ്, കാരണം നിങ്ങളുടെ ഇന്റേണൽ മാർക്ക് മാറില്ല, അതെപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ റീവാല്യുവേഷനിൽ മാർക്ക് കൂടിയാൽ അതിന്റെ ഗുണം നേരിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ നിയമങ്ങളെപ്പറ്റി ഒരു ധാരണയുണ്ടാകുന്നത് നിങ്ങളുടെ പഠനകാലത്ത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ശരിക്കും ഈ റെഗുലേഷൻ ബുക്കിന്റെ ആമുഖത്തിൽ പറയുന്നതുപോലെ ഈ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വഴക്കവും തെരഞ്ഞെടുക്കാനുള്ള അവസരങ്ങളും നൽകാനാണ്. അപ്പോൾ ഈ നിയമങ്ങളെക്കുറിച്ച് അറിയുന്നത് ആ അവസരങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് CBCS സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട നിയമങ്ങളൊക്കെ അറിയാം. ഈ അറിവ് വെച്ച് നിങ്ങളുടെ അക്കാദമിക് യാത്ര എങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ പ്ലാൻ ചെയ്യാൻ സാധിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ പഠനത്തിന് എന്റെ എല്ലാവിധ ആശംസകളും.